നമസ്കാരം. ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം കുറച്ച് കുറുമ്പൊക്കെ കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തെ ഇഷ്ടമുള്ള ആളുകൾ അദ്ദേഹത്തെ വിളിക്കുന്ന ഒരു പേരുണ്ട്. തക്കുടു എന്നാണ് പേര്. സ്നേഹം കൊണ്ട് വിളിക്കുന്നതാണ്. എന്തായാലും തക്കുടുവിന്റെ കുറുമ്പ് അമേരിക്കക്ക് നല്ല തലവേദന ഉണ്ടാക്കുന്നുണ്ട്. അമേരിക്ക ഇവിടെ പശ്ചിമേഷ്യയിലെ താട് സംവിധാനങ്ങളൊക്കെ തകർന്നപ്പോൾ, ഇറാൻ തകർത്തപ്പോൾ അമേരിക്ക പിന്തുണ കൊടുത്ത് അമേരിക്ക സംരക്ഷണം വാഗ്ദാനം ചെയ്തിട്ടുള്ള ദക്ഷിണ കൊറിയയിൽ നിന്ന് ഈ സംവിധാനങ്ങളൊക്കെ പശ്ചിമേഷ്യയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. ഇതിൽ ദക്ഷിണ കൊറിയക്ക് വലിയ അതൃപ്തിയുണ്ട്. എന്തായാലും അത്തരത്തിലൊരു വാർത്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കം ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടെ, പ്രത്യേകിച്ച് ഇറാൻ അമേരിക്ക ഇസ്രായേൽ പ്രശ്നങ്ങൾ ഇങ്ങനെ രൂക്ഷമാകുന്ന സമയത്താണ് നമ്മുടെ തക്കുടുവിന്റെ കുറുമ്പ് ഇങ്ങനെ കൂടി വരുന്നത്. അദ്ദേഹം തുടർച്ചയായി മിസൈൽ പരീക്ഷണങ്ങൾ നടത്തുന്നു. അതുപോലെ തന്നെ ഇറാനെ പിന്തുണക്കുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ അലി ഖംനായിക്ക് എല്ലാവിധ പിന്തുണയും കൊടുക്കുന്നു, ആശംസ അറിയിക്കുന്നു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകളും ചേർന്ന് ആയുധ ഫാക്ടറി സന്ദർശിക്കുന്നു. പുതിയ പിസ്റ്റൾ എടുത്ത് അത് വെച്ചൊന്ന് വെടിവെച്ച് നോക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ ട്രംപിന് ഒരു ഉള്ളിൽ ചെറിയ ഒരു എന്താ പറയാ, ഒരു നടുക്കം, ഒരു ഞെട്ടൽ ഉണ്ടാകുന്നുണ്ട്. ആ ഞെട്ടൽ അദ്ദേഹം പുറത്തേക്ക് കാണിക്കുന്നൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അറിയാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം, ഈ പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധത്തിൽ ഉത്തര കൊറിയയുടെ ഭരണാധികാരി കിം ജോങ് ഉൻ അദ്ദേഹം നേരിട്ട് ഇടപെടാൻ പോകുന്നു എന്നുള്ളതാണ്. ആവശ്യമായ സഹായങ്ങൾ കൊടുക്കും എന്നുള്ളൊരു വിവരമാണ് പുറത്തു വരുന്നത്. ഇറാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ വാരിക്കോരി കൊടുക്കും എന്ന് നേരത്തെ അദ്ദേഹം പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു. പറഞ്ഞതൊന്നുമല്ല, പറഞ്ഞതിനേക്കാൾ അപ്പുറമാണ് നടക്കാൻ പോകുന്നത് എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. ഉത്തര കൊറിയൻ നേതാവ് അല്ലെങ്കിൽ ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിനെ സംബന്ധിച്ചിടത്തോളം ശത്രുവിന്റെ ശത്രു മിത്രമാണ്. ഇറാനുമായി അത്ര വലിയ ബന്ധമോ അല്ലെങ്കിൽ ഇറാനുമായി മറ്റ് നീക്കുപോക്കുകളോ ഒന്നും ഇതുവരെ ഉത്തര കൊറിയക്കില്ല. അത്തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിട്ടില്ല. റഷ്യയും ചൈനയും ഒക്കെ ഇറാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രാജ്യങ്ങളാണെങ്കിലും ഉത്തര കൊറിയ ഇങ്ങനെ ഈ വിഷയത്തിൽ അങ്ങനെ കാര്യമായി ഇടപെട്ടിരുന്നില്ല. ചൈനയുമായും റഷ്യയുമായും ഒക്കെ ബന്ധമുണ്ട്, അത് വേറെ കാര്യം. ഇപ്പോഴിതാ ഇവിടെ ഉത്തര കൊറിയ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടുന്നു. ആവശ്യമായ ആയുധങ്ങൾ കൊടുക്കുമെന്ന് പറയുന്നു. ഉത്തര കൊറിയയുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകും എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം ഇറാനെ പോലെ തന്നെ ഉത്തര കൊറിയക്കുമുണ്ട്. ഇറാനുമായി ഒന്ന് ചേർന്ന് നിന്നാൽ, ഇറാനിലെ പുതിയ പരമോന്നത നേതാവുമായി ചേർന്ന് നിൽക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിന്റെ വിശ്വാസം അത് നേടിയെടുക്കാൻ കഴിയുകയാണെങ്കിൽ ഭാവിയിൽ ഗുണം ചെയ്യുമെന്നുള്ള ഒരു തോന്നൽ അദ്ദേഹത്തിനുണ്ടായിരിക്കും. അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മാത്രമല്ല, അമേരിക്കക്ക് എന്നും ഇവിടെ ഈ കിം ജോങ് ഉൻ എന്ന് പറയുന്ന ഭരണാധികാരി ഒരു തലവേദനയാണ്. അമേരിക്കയെ ഇവിടെ ഈ യുദ്ധത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ചെറിയ ചെറിയ വിഷയങ്ങൾ ഉണ്ടാക്കുക. ദക്ഷിണ കൊറിയ ഇപ്പോൾ തന്നെ അമേരിക്കയുമായി ഒന്ന് ഇടയുന്ന ലക്ഷണമുണ്ട്. ആ ഇടച്ചിലൊന്നുകൂടെ അതിന് ആക്കം കൂട്ടുക, ദക്ഷിണ കൊറിയയുമായി ബന്ധപ്പെട്ട് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ഇത് അദ്ദേഹത്തിന്റെ ഒരു അജണ്ടയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും പശ്ചിമേഷ്യയിലെ സംഘർഷത്തിൽ നേരിട്ട് ഇടപെടുന്നതോടുകൂടി കാര്യങ്ങളാകെ മാറിമറിയും എന്ന കാര്യത്തിൽ തർക്കമില്ല. വലിയ ആയുധങ്ങൾ, ആയുധ ശേഖരം ഉത്തര കൊറിയയുടെ പക്കലുണ്ട് എന്ന വാർത്തകൾ പലപ്പോഴും വന്നിട്ടുണ്ട്. പക്ഷെ ഈ ആയുധങ്ങൾ എവിടെയെങ്കിലും പ്രയോഗിക്കാൻ, ഒന്ന് പരീക്ഷിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. ഉത്തര കൊറിയയെ സംബന്ധിച്ചിടത്തോളം കഴിവ് തെളിയിച്ചാൽ ഭാവിയിൽ അവർക്ക് ഒരുപാട് അവസരങ്ങളുണ്ട് എന്ന കാര്യം അവർക്കറിയാം. കാരണം ഈ ആയുധങ്ങൾക്ക് പുറകെ പലരും പോകുന്ന ഒരു കാലമാണിന്ന്. അമേരിക്കയുടെ ആയുധങ്ങളെ തകർക്കാൻ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ആയുധങ്ങളെ തകർക്കാൻ അതിനേക്കാൾ മെച്ചപ്പെട്ട ആയുധം ഞങ്ങളുടെ പക്കലാണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനുള്ള ഒരു അവസരമാണ്. ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക, പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് കിമ്മിന്റെ ഇപ്പോഴത്തെ ഒരു ചിന്ത. അതിനനുസരിച്ചുള്ള നീക്കങ്ങൾ അദ്ദേഹം നടത്തുന്നു. ഒരു പടക്കപ്പൽ ഇറാൻ തീരത്തേക്ക് അയക്കുന്നു, അല്ലെങ്കിൽ അയച്ചു എന്ന വാർത്തകൾ പുറത്തു വരുന്നു. പുതിയ മിസൈലുകളും അതുപോലെ തന്നെ അത്യാധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉത്തര കൊറിയ ഇതിനോടകം ഇറാന് കൈമാറി എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. വേണ്ടി വന്നാൽ ആണവായുധം പോലും ഇറാന് കൊടുക്കാൻ തയ്യാറാകുമെന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു. എന്തായാലും അമേരിക്ക വളരെയധികം ഭീതിയോടുകൂടിയാണ് ഈ ഒരു സാഹചര്യത്തെ നോക്കിക്കാണുന്നത്. ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്നൊക്കെ പറഞ്ഞൊരവസ്ഥ പൊതുവെ തോറ്റു തൊപ്പിയിട്ട് നിൽക്കുകയാണ്. അതിനിടയിലാണ് ഉത്തര കൊറിയ ഒരടി കൂടെ അടിക്കുന്നതിന് വേണ്ടി ഈ യുദ്ധത്തിലേക്ക് കടന്നു വരുന്നത്. അമേരിക്ക വളരെയധികം ഭീതിയോടുകൂടി തന്നെയാണ് ഉത്തര കൊറിയയുടെ ഈ ഒരു എൻട്രിയെ നോക്കിക്കാണുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല.